തൊടുപുഴയിൽ നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കലയന്താനിയിലെ ഗോഡൌണിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെ പുറത്തെടുത്തു. കേസിൽ ഒന്നാം പ്രതി ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ജോസൽ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ഈ കേസിൽ 4 പ്രതികളാണ് ഉള്ളത്. ഒന്നാം പ്രതി ജോമോൻ, അതുകൂടാതെ മുഹമ്മദ് അസ്ലം, ജോമിൻ, അതുപോലെ തന്നെ ആഷിഖ് എന്നീ 4 പ്രതികളാണ് ഉള്ളത്. അതിൽ 3 പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു പ്രതി ആഷിഖ് കാപ്പ കേസിൽ പ്രതിയായി എറണാകുളത്ത് റിമാൻഡിൽ കഴിയുകയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 4:45 വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോവുകയായിരുന്ന ബിജു ജോസഫിനെ ഈ കൊട്ടേഷൻ സംഘം കാറിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുന്നത്. അതിനുശേഷം കാറിനുള്ളിൽ വെച്ചാണ് ഈ ബിജു ജോസഫ് കൊല്ലപ്പെടുന്നത്. അതിനെ തുടർന്ന് ഈ ഗോഡൌണിൽ, കലയന്താനി ചെത്തിമറ്റത്തുള്ള കേറ്ററിംഗിൻ്റെ ഗോഡൌണിൽ ഈ മൃതദേഹം എത്തിക്കുന്നു. അതിനുശേഷം ഈ മാലിന്യ കുഴിയിൽ താത്തിയതിനു ശേഷം മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. ഏതായാലും ജോമോൻ്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജോമോൻ്റെ കൂടെ സാന്നിധ്യത്തിലാണ് പോലീസ് ഈ ഗോഡൌണിൽ എത്തിച്ച് മൃതദേഹം പുറത്തെത്തിച്ച് അവിടെ വച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇടുക്കി SP വിശദീകരിക്കുന്നത്, ഇവർ രണ്ടുപേരും, അതായത് കൊല്ലപ്പെട്ട ബിജുവും ജോമോനും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇവരുടെ ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പിരിയാൻ തീരുമാനിക്കുകയും പിന്നീട് ഈ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇടുക്കി ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ജോമോൻ്റെ പരാതി ബിജുവിനെതിരെ ഉണ്ട്. ഏതായാലും ഈ പണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഈ പണം തിരികെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിനിടയിൽ വാഹനത്തിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ തെളിവുകളും പരിശോധിച്ചുകൊണ്ട് ആണ് മുമ്പോട്ട് പോകുന്നത്. ഈ കൊട്ടേഷനായി ജോമോൻ 12,000 രൂപ ഗൂഗിൾ പേ വഴി ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കിട്ടിയതടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടം നടപടി ഇടുക്കി മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കും. അസിത. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.